ഏപ്രിൽ 30 ഈസ്റ്റർ കഴിഞ്ഞു വന്ന ഞായറാഴ്ച, നമ്മുടെ ഭാഷയിൽ, സുറിയാനി ഭാഷയിൽ പറഞ്ഞാൽ, സിറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പുതുഞായറാഴ്ച, 2000-ന്റെ പുതുഞായറാഴ്ച, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സിസ്റ്റർ ഫൗസ്റ്റീനാമ്മയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. അന്നേ ദിവസമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരുണയുടെ പെരുന്നാള് ആചരിക്കണം എന്ന് വിശ്വാസികളെ പരസ്യമായിട്ട് ഉദ്ബോധിപ്പിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു ദൈവകരുണയുടെ ഭക്തനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം അതിൻ്റെ ഈ ഫൗസ്റ്റീനാമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിർണായകമായ ഇടപെടല് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നടത്തേണ്ടി. നമുക്കതുകൊണ്ട് ആദ്യം ആ ഒരു ചരിത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. 1905 തുടങ്ങി 1938 വരെയാണ് ഫൗസ്റ്റീനാമ്മയുടെ ജീവിത കാലഘട്ടം. കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിത കാലഘട്ടം തന്നെയാണ് 33 വർഷം. അപ്പം ആ ഒരു കാലഘട്ടത്തില് ഫൗസ്റ്റീനായ്ക്ക് ലഭിച്ച സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ദൈവകരുണയുടെ ഭക്തി ആരംഭിക്കുന്നതും വളർച്ച പ്രാപിക്കുന്നതും. അത് കൂടുതൽ ശക്തമാകുന്നത് 1978 ശേഷം. 38 ഫൗസ്റ്റീന മരിക്കുന്നു. 1959 ഒരു ദുരിതമുണ്ടായി. ആ ദുരിതം വേറെ ഒന്നുമല്ല, ഈ ദൈവകരുണയുടെ പ്രചാരത്തിന് വത്തിക്കാൻ വിശ്വാസ സംഘ കാര്യാലയം ഒരു ബ്രേക്ക് ഇടുകയാണ്. കാരണം സിസ്റ്റർ ഫൗസ്റ്റീനാമ്മ നിർദ്ദേശിച്ച ചിത്രവും ഫൗസ്റ്റീനയുടെ ഡയറിയും അത് വിതരണം ചെയ്യുന്നത് വത്തിക്കാൻ നിരോധിച്ചു. ആ നിരോധിച്ച പശ്ചാത്തലത്തില് അന്നത്തെ കർദിനാളായിരുന്ന കരോൾ വോയ്റ്റിവോ അതിന് എതിരെ ശക്തമായിട്ട് നിലപാടെടുത്തു. അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് 59 നിരോധിച്ചത് 78 വർഷങ്ങള് പണിയെടുത്ത പിന്നെയാണ് അതിനൊരു തീരുമാനമായത്. 78 ഏപ്രിൽ മാസത്തില് 1959 മാർച്ച് 6 നിരോധിച്ചത്. 1978 ഏപ്രിലിന് വിശ്വാസ തിരുസംഘം അതിനെ അംഗീകരിച്ച് അതിന് ഡിഗ്രി പുറപ്പെടുവിക്കേണ്ടായി. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് നേരത്തെ സൂചിപ്പിച്ച പോലെ കർദിനാൾ കരോൾ വോയ്റ്റിവോ ആണ്. നമുക്കറിയാം, കർദിനാൾ കരോൾ വോയ്റ്റിവോ എന്ന് പറയുന്നത് പിന്നീട് മാർപ്പാപ്പയായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ. വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. ഇത് പ്രഖ്യാപിച്ച് 6 മാസത്തിനിടയിലാണ്, 6 മാസം കൊണ്ടാണ് ഈ കർദിനാൾ കരോൾ വോയ്റ്റിവോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് മാറി. ഒരു 6 മാസം. അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം എടുത്ത വലിയ സ്ട്രെയിൻ ഒരുപക്ഷെ അതായിരിക്കാം അതിന് കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാവുന്നു. ഏതായാലും ഒരു അത്ഭുതകരമായ ഇൻസിഡന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ മാർപ്പാപ്പ തന്നെ 1993 സിസ്റ്റർ ഫൗസ്റ്റീനയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. 2000 ഏപ്രിൽ 30 വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഫൗസ്റ്റീനയും ഒക്കെ വിശുദ്ധരുടെ ഗണത്തില് തമ്പുരാനോടൊപ്പമാണ് എന്നുള്ളതിലും നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഏതായാലും ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം ഇതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഈ ഒരു ആശയത്തോട് വലിയ പ്രതിപത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കർദിനാളായിരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് സഭ ഇതിനെ അംഗീകരിച്ചതും. ആ അംഗീകാരത്തിന് 6 മാസത്തിനുള്ളിലാണ് അദ്ദേഹം മാർപ്പാപ്പയായതും.
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫൗസ്റ്റീനയെ വിശുദ്ധിയായിട്ട് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചതും വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചതും ഒപ്പം തന്നെ ഈ ഒരു തിരുനാള് സ്ഥാപിച്ചതും ഒക്കെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വലിയ ഇടപെടല് ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ ദൈവകരുണയുടെ തിരുനാള് ഏപ്രിൽ 30-ാം തീയതി 2000 ഏപ്രിൽ 30-ാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ആകണം ദൈവകരുണയുടെ തിരുനാൾ എന്നുള്ളത്. അതിന് വലിയ അർത്ഥവും പ്രാധാന്യവും ഉണ്ട്. അക്കാര്യം നമുക്ക് പിന്നീട് കൈകാര്യം ചെയ്യാം. പൊതുവെ ഞായറാഴ്ചകളിൽ വിശുദ്ധരുടെ തിരുനാളുകള് സഭകളിൽ മുഴുവൻ ആചരിക്കാറുണ്ട്. നമ്മുടെ ഇടവപ്പള്ളികളിൽ തിരുനാൾ വിശുദ്ധരുടെ ആചരിക്കാറുണ്ടെങ്കിലും സഭ ഔദ്യോഗികമായിട്ട് ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായിട്ടാണ് ആചരിക്കുക. അതുകൊണ്ട് വിശുദ്ധരുടെ തിരുനാൾ ഞായറാഴ്ച ആചരിക്കാറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാള് മാർച്ച് 19 മാറ്റി 20 എന്ന്. അത് ശുദ്ധ അസംബന്ധമാണ്. അത് സ്വാഭാവികമായ സഭയിലെ നിലപാടാണ്. ഔസേപ്പിതാവിന്റെ ആയിക്കോട്ടെ മാതാവിന്റെ ആയിക്കോട്ടെ ഞായറാഴ്ച ദിവസം തിരുനാൾ വന്നു കഴിഞ്ഞാൽ ലത്തീൻ സഭയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റും. സുറിയാനി പൗരസ്ത്യ പാരമ്പര്യമുള്ള സഭകൾ തലേ ദിവസത്തേക്ക് മാറ്റും. അപ്പൊ നമ്മുടെ ആരാധനാക്രമ കലണ്ടറിൽ മാർച്ച് 19 തിരുനാള് ശനിയാഴ്ചയാണ് വെച്ചത്. അതുകൊണ്ട് ആലഞ്ചേരി പിതാവ് ഇത് മാറ്റിയെന്നൊന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യമില്ല. മാർപ്പാപ്പ ഇത് 20-ാം തീയതിയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യമില്ല. വിവരമില്ലാത്തവരാ അതൊക്കെ ചെയ്യണേ. ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായിട്ടാണ്, കർത്താവിന്റെ തിരുനാളുകൾ മാത്രമേ സഭ ഔദ്യോഗികമായിട്ട് ആചരിക്കുകയുള്ളൂ. മറ്റു തിരുനാളുകൾ ലത്തീൻ സഭയാണെങ്കിൽ പിറ്റേ ദിവസം ആചരിക്കും, പൗരസ്ത്യ സഭകളാണെങ്കിൽ തലേ ദിവസം ആചരിക്കും. അത് മാത്രമാണ് നടന്നത്. ഔസേപ്പിതാവിന്റെ മരണത്തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൂചന തന്നുവെന്ന് മാത്രം. ഈ കർത്താവിന്റെ കരുണയുടെ തിരുനാള്, അതുകൊണ്ട് സീറോ മലബാർ സഭയില് തോമാസ് ലീഗയുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആചാരമുണ്ട് എങ്കിലും ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. കർത്താവിന്റെ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ തിരുനാളെ ആചരിക്കാൻ പാടുള്ളൂ എന്ന ലിറ്റർജിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ചും ഇത് നടത്തപ്പെടേണ്ടത്. ഏത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. നമുക്ക് സുറിയാനിക്കാരെ സംബന്ധിച്ചിടത്തോളം തോമാസ് ലീഗയുടെ തിരുനാളായിട്ട് നമ്മളത് ആചരിക്കാറുണ്ടെങ്കിലും അതൊരു ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ആരാധനക്രമ തത്വശാസ്ത്രമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ആ ഞായറാഴ്ചയെ ദൈവകരുണയുടെ ഞായറാഴ്ച അല്ലെങ്കിൽ മേഴ്സി സൺഡേ എന്നാണ് സഭ ഔദ്യോഗികമായിട്ട് പറയുക, നാമകരണം ചെയ്യപ്പെട്ടത്. മനുഷ്യര് ഈ കാലഘട്ടത്തില് കരുണയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തിനേറെ ദാഹിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കരുണയാണ് എല്ലാവർക്കും ആവശ്യമായിരുന്നു. ഈ ദൈവകരുണയുടെ മഹത്വം തിരിച്ചറിഞ്ഞ മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കരുണ എന്നത് ദൈവത്തിന്റെ മറ്റൊരു പേരാണ് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൂചിപ്പിച്ചത്. കരുണ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മറ്റൊരു പേരാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ചുകൂടി കടത്തി പറഞ്ഞു. കരുണ എന്നത് ദൈവത്തിന്റെ പേരാണ് എന്നതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞെങ്കിൽ ഇദ്ദേഹം പറയാണ് ദൈവനാമം കരുണയാണ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ നാമം കരുണയാണ് എന്ന് പറയണം. കുറച്ചുകൂടി കരുണയ്ക്ക് സ്ട്രെസ് കൊടുത്തിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് പ്രഖ്യാപിച്ചത്. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് തന്നെ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി, ദൈവത്തിന്റെ പേര് കരുണയെന്നാണ്. സത്യത്തില് ആ വർഷം വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിൽ ഏറ്റവും മാർക്കറ്റ് വാല്യൂ, ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ പുസ്തകമായിരുന്നു. അദ്ദേഹത്തിന്റെ മാർപ്പാപ്പയായിട്ട് ആദ്യത്തെ പുസ്തകമായിരുന്നു. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കാലത്താണ് കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത് എന്ന് നമുക്കറിയാം.
ദൈവത്തിന്റെ കരുണയുടെ ഭാവത്തെ വല്ലാതെ ആ കരുണയുടെ പ്രവാചകനായിട്ട് ജീവിക്കുന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമുക്കറിയാം. സത്യത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ഒക്കെ ആശയങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തെ അവര് ദൈവത്തിന്റെ സാമീപ്യവും ദൈവത്തിന്റെ ആർദ്രതയും ദൈവത്തിന്റെ കരുണയും ചേരുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവസ്നേഹം തന്നെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ആ ദൈവസ്നേഹമാണ് ദൈവം തന്നെ എന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് വചനത്തില് നിർവചനം തരുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ്. ഏത്? ദൈവത്തിന്റെ സാമീപ്യം, ദൈവത്തിന്റെ ആർദ്രത, ദൈവത്തിന്റെ കരുണ. ഇത് മൂന്നും ചേരുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ ജനത്തോട് പ്രസംഗിക്കുമ്പോൾ, ജനത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട 3 കാര്യങ്ങളാണ് ഇതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവിടുത്തെ ആർദ്രത നമ്മളെ വല്ലാതെ അടുപ്പിക്കുന്നുണ്ട്, അവിടുത്തെ കരുണ നമ്മുടെ എല്ലാ നീതിയെയും ലംഘിച്ച് അവിടുത്തെ പക്കലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ ഫസ്റ്റിനെയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നമ്മുടെ ദൈവകരുണയുമായിട്ട് ബന്ധപ്പെട്ട 4-5 കാര്യങ്ങൾ നമ്മളൊന്ന് ആഴത്തിൽ ധ്യാനിക്കേണ്ടത്. ഒന്ന്, തീർച്ചയായിട്ടും ദൈവകരുണയുടെ ഛായാചിത്രം. ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദൈവകരുണയുടെ ഛായാചിത്രം. ഫൗസ്റ്റീനയുടെ ഡയറി 47-ാമത്തെ ഭാഗത്തില് കൃത്യമായിട്ട് കുറിച്ചു വെച്ചിരിക്കുകയാണ്. 1931 ഫെബ്രുവരി 22-ാം തീയതി ഞായറാഴ്ച രാത്രി മഠത്തില് ഫൗസ്റ്റീന അമ്മ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് അവിടെ സൂചിപ്പിക്കുക. ആ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വെളിപ്പെടുത്തി കിട്ടപ്പെട്ട ഭാവമാണ് നമ്മുടെ ഈ ദൈവകരുണയുടെ രൂപമായിട്ട് നമ്മൾ എടുക്കുക. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് വെളുത്ത വസ്ത്രം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ചുവപ്പും വെള്ളയും നിറത്തിലുള്ള കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലാണ് യേശുവിന്റെ പ്രത്യക്ഷീകരണമായി. യേശുവിന്റെ ആ പ്രത്യക്ഷീകരണം കണ്ട ഫൗസ്റ്റീനാമ്മ പ്രശസ്തനായ ചിത്രകാരൻ യൂജിൻ കാസ്മിറോസ്കിയോട് പറഞ്ഞിട്ട് യൂജിൻ കാസ്മിറോസ്കിയാണ് ഈ ചിത്രം വരയ്ക്കുന്നത്. ആ ചിത്രകാരൻ ഈ വരയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ സിസ്റ്റർ പറഞ്ഞു കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയാണ് ഈ ചിത്രം നമുക്ക് ലഭ്യമായത്. ഈ ചിത്രത്തിന്റെ 1931 യേശു ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് എങ്കിലും 4 വർഷത്തിന് ശേഷം 1935 ഈസ്റ്ററിന് ശേഷം വന്ന ആദ്യ ഞായറാഴ്ച വിൽന്യൂസിൽ വെച്ചിട്ടാണ് ഈ ആദ്യമായിട്ട് ഈ ചിത്രത്തെ വണങ്ങി പരസ്യ വണക്കം നടത്തുന്നു. ഈ ചിത്രത്തിന്റെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കുന്നത് നല്ലത്. വലതു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യരെ, ലോകത്തെ മുഴുവൻ, മനുഷ്യരാശിയെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ് അത്. ഒപ്പം തന്നെ അതിൽ നിന്ന് ചുവപ്പും വെള്ളയുമായ കിരണങ്ങൾ വരുന്നുണ്ട്. ആ കിരണങ്ങള് പുറപ്പെടുന്നത് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന്. എന്താ അതിന്റെ പൊരുള്? അവിടുത്തെ വിലാപപ്പുറത്ത് കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഈ രക്തത്തിന്റെയും വെള്ളത്തിന്റെയും സൂചനയാണ് വെള്ളയും ചുവപ്പുമായ 2 കിരണങ്ങള് യേശുവിന്റെ ഇടതുഭാഗത്ത് നിന്ന് പുറപ്പെടുന്നത് എന്നർത്ഥം. അത്
കൗതാശികമായിട്ട് നോക്കുമ്പോൾ വെള്ളം അത് കുമ്പസാരത്തിന്റെ പ്രതീകമാണ്. കാരണം കഴുകി ശുദ്ധീകരിക്കുന്നതിന്റെ സൂചനയാണ്. ഒപ്പം തന്നെ അത് മാമോദീസയുടെ സൂചന കൂടിയാണ്. രക്തം തീർച്ചയായിട്ടും അത് വിശുദ്ധ കുർബാനയുടെ സൂചനയാണ്. അപ്പോ വിശുദ്ധ 3 കുദാശകളുടെ ഡയറക്റ്റ് സൂചനയാണ് ഈ വെള്ളയും ചുവപ്പുമായ കിരണങ്ങള് സൂചിപ്പിക്കുക. ഇത് രണ്ടും ഇത് 3 2 കിരണങ്ങള് 3 കുദാശകളുടെ സൂചനകൾ തരുമ്പോൾ ഈ 3 നമുക്ക് ജന്മം നൽകിയ മാമോദീസയെയും നമ്മെ ശുദ്ധീകരിക്കുന്ന കുമ്പസാരത്തെയും നമ്മെ ആത്മീയമായിട്ട് വളർത്തുന്ന വിശുദ്ധ കുർബാനയെയും സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഒപ്പം തന്നെ ഈ രൂപത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൈകളിലും കാലുകളിലും ഒക്കെയുള്ള മുറിവുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ അടിയില് യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ട്രസ്റ്റ് ഇൻ യു എന്ന് പറയുന്ന കാര്യം നിർബന്ധമായിട്ടും എഴുതി ചേർക്കണം എന്ന് യേശുവിന്റെ ആഹ്വാനം അനുസരിച്ച് അത് എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ടായി. അതിന്റെ അർത്ഥം ഇതാണ്: യേശുവിൽ ആശ്രയിക്കുന്നവർക്ക്, വ്യവസ്ഥകളില്ലാതെ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അവിടുന്ന് ചൊരിയുന്ന ഈ രശ്മികളുടെ, വെള്ളയും ചുവപ്പുമായ രശ്മികളുടെ കരുണയുടെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മളെ എത്രത്തോളം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവോ അത്രത്തോളമാണ് അവിടുന്ന് ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കിരണങ്ങള് നമ്മിലേക്ക് പതിക്കുകയുള്ളൂ എന്നുള്ള സൂചനയാണ് അതിൻ്റെ അകത്ത് അടിയിൽ ഇങ്ങനെ എഴുതി വെക്കാനായിട്ടുള്ള കാരണം. ചില വാഗ്ദാനങ്ങളും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തരുന്നുണ്ട്. ഒരു കാര്യം ഇതാണ്: ഈ കരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുന്നവർക്ക് ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല എന്നൊരു ഉറപ്പ് ക്രിസ്തു ഫൗസ്റ്റീനയിലൂടെ നമുക്ക് തരുന്നുണ്ട്. രണ്ടാമതായിട്ട്, ദൈവകരുണയിൽ ആശ്രയിക്കുകയും ആ ചിത്രത്തെ വണങ്ങുകയും ചെയ്യുന്നവരുടെ അവരെയും അവരുടെ കുടുംബത്തെയും അവരുടെ നാടിനെയും ക്രിസ്തു സംരക്ഷിക്കും എന്നൊരു ഉറപ്പ് ഫൗസ്റ്റീനയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാപികള് അവരുടെ പാപത്തെ ഓർത്ത് അനുദപിച്ച് ഈ ചിത്രത്തെ വണങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ അവര് രക്ഷ പ്രാപിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നും ഫൗസ്റ്റീനയിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതിനുള്ള പ്രാർത്ഥനയും വളരെ ശ്രദ്ധേയമാണ്. ഫൗസ്റ്റീന തന്നെ ആ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്: നമുക്ക് വേണ്ടി കരുണയുടെ ഉറവയായി യേശുവിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവുമേ ഞാൻ നിന്നിൽ ആശ്രയിക്കും. ഇതാണ് പ്രാർത്ഥന. നമുക്ക് വേണ്ടി കരുണയുടെ ഉറവയായി യേശുവിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവുമേ ഞാൻ നിന്നിൽ ആശ്രയിക്കും. ഈ പ്രാർത്ഥന പാപികൾ ചൊല്ലിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് രക്ഷയിലേക്ക് വരാം. അപ്പൊ ഈ കരുണയുടെ ഛായാചിത്രം ദൈവകരുണയുടെ തത്വചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ചിത്രം ഈശോ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നത് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കരുണയുടെ തിരുനാൾ ആഘോഷം. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കേണ്ടത് എന്ന യേശുവിന്റെ ആഗ്രഹം ഫൗസ്റ്റീനയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയതിന്റെ പേരിലാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നടത്തപ്പെടുക. നമുക്കറിയാം, പൗരസ്ത്യ പൗരസ്ത്യ സഭയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലൊക്കെ അന്ന് തോമസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷമാണ് അന്നത്തെ വായന. ലത്തീൻ സഭയിലും അന്നത്തെ വായന അത് തന്നെയാണ്. ഒരു പ്രത്യേകമായൊരു അവസ്ഥയാണ്. പൗരസ്ത്യ സഭയിലും ലത്തീൻ സഭയിലും ഒരേപോലുള്ള വായനകൾ വരുന്ന അപൂർവം ദിവസങ്ങളിൽ ഒന്നാണ് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അന്ന് നമ്മള് തോമസ് ലീഹയുടെ വിശ്വാസത്തിന്റെ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിലും ആ വചനഭാഗത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ
ഒന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതും മറ്റൊന്ന് കുമ്പസാരം എന്ന കുദാശ സ്ഥാപിക്കുന്നതും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ അവരോട് മോചിക്കപ്പെട്ടിരിക്കും. അതിന്റെ അർത്ഥം അപ്പസ്തോലന്മാരിലൂടെ മോചിക്കാതെ ഒന്നും മോചിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ കരുണ അപ്പസ്തോലന്മാരിലൂടെ അല്ലെങ്കിൽ മോചന കർമ്മത്തിലൂടെ, മോചന കുദാശയിലൂടെ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ട ദിവസമാണ് ഈ തിരുനാള്. അപ്പൊ ആ തിരുനാൾ ദിവസമാണ് ഈ കുമ്പസാരത്തിന്റെ പ്രാധാന്യവും വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവുമാണ് ആ രണ്ട് രശ്മികളിലൂടെ നമ്മിലേക്ക് വരുന്നത്. അതുകൊണ്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് എല്ലാവിധ ശിക്ഷകളിൽ നിന്നുള്ള പരിപൂർണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദൈവ കരുണയിലേക്ക് തിരിയും വരെ ലോകത്തിന് സമാധാനം അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയില് 699 ഭാഗത്തില് അത് കൃത്യമായിട്ട് പറയുന്നു. ഈ തിരുനാൾ ദിവസം എല്ലാ പാപികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അന്നത്തെ കുമ്പസാരവും കുർബാനയും ഏറെ പ്രധാനപ്പെട്ടതാണ്. അന്നത്തെ ദിവസം ഈശോ കരുണയുടെ കവാടം തുറന്ന് ആഴമായി അനുദപിച്ച് ക്രിസ്തുവിന്റെ കുദാശകളിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തില് 2002 ജൂൺ 29 ഞായറാഴ്ച വത്തിക്കാൻ വൈദികർക്ക് വേണ്ടിയിട്ട് ഇറക്കിയ പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, വൈദികര് വിശ്വാസികളെ ഈ തിരുനാളിന് അറിയിച്ച് ഒരുക്കേണ്ടതുണ്ട് എന്ന കാര്യം വത്തിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ, മാധ്യമങ്ങളിലൂടെ ഈ തിരുനാളിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് വത്തിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആഴമായ അനുതാപത്തോടെ കുമ്പസാരത്തിന് ഒരുങ്ങണം എന്ന് വത്തിക്കാൻ ആ ഡിക്രിയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുമ്പസാരത്തിനുള്ള അവസരം വൈദികർ ഒരുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിപൂർണ ദണ്ഡവിമോചനത്തെ കുറിച്ച് സഭ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അന്നേ ദിവസം കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് കടപ്പെട്ട ദിവസമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. ആ ദിവസം 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് സഭയും ഫൗസ്റ്റീനാമ്മയുടെ ഡയറി കുറിപ്പുകളും ഒക്കെ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, പ്രവൃത്തി ഉണ്ടാകും. പ്രവർത്തനത്തിലൂടെ ദൈവകരുണ, നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ ദൈവകരുണ മറ്റുള്ളവരിലേക്ക് എത്തണം. രണ്ടാമതായിട്ട് നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ കാരുണ്യത്തിന്റെ വാക്കുകൾ വേണം സംസാരിക്കാനായിട്ട്. മൂന്നാമതായിട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവകരുണയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കർമ്മ പദ്ധതികൾ, പ്രാർത്ഥന, വാക്ക്, പ്രവൃത്തി, ഈ 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ഈ ദൈവകരുണയുടെ ആ ഛായാചിത്രമാണെങ്കിൽ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദൈവകരുണയുടെ തിരുനാളാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം കരുണക്കൊന്തയാണ്. 1935 സെപ്റ്റംബർ 13, 14 തീയതികളിൽ യേശു ഫൗസ്റ്റീനാമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ കരുണയുടെ കൊന്ത. അപ്പോൾ തീർച്ചയായിട്ടും ആ കരുണയുടെ കൊന്തയില് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളോടെയും ആ ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെയും ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തില് ക്രിസ്തുവിനെ പൂർണ്ണമായി എടുത്തിട്ട് ആ ക്രിസ്തുവിന്റെ യോഗ്യതകളെ പ്രതി നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണം എന്ന് അതിമനോഹരമായ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന യേശു തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നാണ് ഫൗസ്റ്റീന സാക്ഷ്യപ്പെടുത്തുന്നത്. അതിലൂടെ ചില വാഗ്ദാനങ്ങൾ കൂടി ഫൗസ്റ്റീന നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ
കരുണയുടെ കൊന്തയുടെ പ്രാർത്ഥിക്കുന്നവരുടെ ആത്മാക്കള് ദൈവകരുണയാൽ സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. രണ്ടാമതായിട്ട് കഠിനപാപികൾ പോലും ഈ കരുണയുടെ കൊന്ത ചൊല്ലിക്കഴിഞ്ഞാല് മരണത്തില് ശാന്തരും സന്തോഷത്തിലുമായി മരണം ഈ അവസാനം സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുന്നത്. മൂന്നാമതായിട്ട് പാപികൾക്കുള്ള അവസാന പ്രതീക്ഷ യാകും ഈ കൃപ ലഭിക്കും എന്നുള്ളതാണ്. ഈ അവസാന പ്രതീക്ഷയാണ് ഈ കരുണ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചില വാഗ്ദാനങ്ങള് നമ്മള് പാപികളെ നമ്മൾ പറഞ്ഞ് നേരെയാക്കുകയും അല്ലെങ്കിൽ ഉപദേശിച്ച് നേരെയാക്കിയില്ലെങ്കിൽ അതിനൊന്നും വിജയിച്ചില്ല എങ്കിൽ അവർക്ക് വേണ്ടി കരുണക്കൊന്ത ലഭിച്ചാല് പ്രാർത്ഥിച്ചാല് അതിലൂടെ കർത്താവിന്റെ കൃപ അവരിലേക്ക് ഒഴുകി അവരിൽ മാറ്റമുണ്ടാകും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചില ഉറപ്പുകൾ ഈ കരുണക്കൊന്ത നമുക്ക് തരുന്നു. മൂന്നാമതായിട്ട് കരുണയുടെ നൊവേനയാണ്. അത് ഔദ്യോഗികമായിട്ട് പരികർമ്മം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദുഃഖവെള്ളിയാഴ്ചയിൽ തുടങ്ങി പിറ്റേ ശനിയാഴ്ച പുതുഞാറായുടെ തലേ ശനിയാഴ്ച അവസാനിക്കുന്ന വിധത്തിലാണ് ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം നൊവേന എന്ന വാക്കിന്റെ അർത്ഥം 9 ദിവസം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും 9 ദിവസം അത് ചെല്ലണം. പ്രൈവറ്റ് ആയിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് ആ ദിവസം തന്നെ വേണമെന്നില്ല. ആണ്ടുവട്ടത്തിൽ ഏത് 9 ദിവസം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. 9 തരത്തിലുള്ള ആത്മാക്കളെ ആ 9 ദിവസം കൊണ്ടുവരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുക. അതിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാരുണ്യത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനായിട്ട് ക്രിസ്തു കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദുഃഖവെള്ളി തുടങ്ങി അത് വളരെ അർത്ഥവത്താണ്. ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവിന്റെ പീഡാസഹനത്തിൻ്റെതാണ്. ആ ചുവപ്പിന്റെ കിരണങ്ങളിലൂടെ ആരംഭിച്ച് പുതുജന്മത്തിലേക്ക് നയിക്കുന്ന വെള്ളകിരണത്തിലേക്ക് എത്തുന്ന പുതിയ ഞായറാഴ്ച അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ അർത്ഥവത്തായ ഒരു നൊവേനക്രമമാണ്. അത് വളരെ ആഴത്തിൽ നമ്മൾ ധ്യാനിക്കണം. നാലാമത്തെ കാര്യം കരുണയുടെ മണിക്കൂറാണ്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് 3 മണി തുടങ്ങി 4 മണി വരെ കരുണയുടെ മണിക്കൂറായിട്ട് കണക്കാക്കണം. ആ സമയത്ത് കർത്താവിന്റെ കാരുണ്യത്തെ ധ്യാനിക്കുകയും അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ നമ്മൾ ധ്യാനിക്കണം. ആ സമയത്ത് പറ്റുമെങ്കിൽ കുരിശിന്റെ വഴി നടത്തണം, കരുണക്കൊന്ത എന്ന മറ്റ് പ്രാർത്ഥനകൾ ചെല്ലണം. 1 മണിക്കൂർ പ്രാർത്ഥനയിലായിരിക്കുന്നത് കരുണ സ്വന്തമാക്കാൻ ആയിട്ട്, കർത്താവിന്റെ കരുണ സ്വന്തമാക്കാനായിട്ടുള്ള അവസരമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പം ഈ 4 കാര്യങ്ങൾ, പിന്നെ 5ാമത്തെ കാര്യം പറയാൻ സമയമില്ല, ഞാൻ നിർത്തുകയാണ്. ഈ 4 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കരുണയുടെ ഛായാചിത്രം, കരുണയുടെ തിരുനാള്, അതുപോലെ തന്നെ കരുണക്കൊന്ത, 9 ദിവസത്തെ നൊവേന, കരുണയുടെ മണിക്കൂർ. ഈ കാര്യങ്ങൾ ആചരിക്കണം എന്ന് സഭ നമ്മളെ അനുശാസിക്കുന്നു. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കും. കരുണാനായ കർത്താവെ, തിരുസന്നിധിയിലെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കരുണ സ്വന്തമാക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുടെ കീഴിൽ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെളുത്തതും ചുവന്നതുമായ കിരണങ്ങൾക്ക് കീഴിൽ ഞാൻ എന്നെ തന്നെയും എൻ്റെ കുടുംബത്തെയും ഞാനുമായി ബന്ധപ്പെട്ടവരെയും ഞാനുമായി ബന്ധപ്പെട്ട സകല പാപികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരുണ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളിൽ രക്ഷ പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്നുള്ള സകല പാപത്തിൻ്റെയും പൈശാചികതയുടെയും തിന്മകളെയും അന്ധകാര ശക്തികളെയും ഒക്കെ മാറ്റിക്കളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയിൽ ആശ്രയിക്കാതെ ഈ ലോകത്തിന് സമാധാനം കിട്ടില്ല എന്ന് ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളുടെ സമാധാനക്കേട് നിന്റെ കരുണയിൽ ആശ്രയിക്കാത്തതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നല്ല ദൈവമേ, നിന്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദൈവകരുണയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.